ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളുകളായിട്ട് അതിനകത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് യൂട്യൂബിനകത്തും മറ്റുമൊക്കെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് അനുകൂലമാണോ എന്ന് ജസ്റ്റ് അറിയാനായിട്ട് ഒരു 3-4-5 പ്രധാന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ അത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നോക്കണം എന്ന ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ വീടിൻ്റെ കിച്ചൺ. അപ്പം കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ കിച്ചൺ ശരിയായ ദിക്കിലും ശരിയായ ഡയറക്ഷൻസിലും നോക്കി നിന്നാണ് നമ്മൾ പാചകം ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകുമെന്നാണ്. കിച്ചൻ്റെ സ്ഥാനം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്തുപ്രകാരം ഒരു കിച്ചൻ്റെ സ്ഥാനം എവിടെ വരാം, അത് ആ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ കിച്ചൺ വരുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും. ഒരു വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ ആ ഭാഗത്ത് കിച്ചൺ വന്നു കഴിഞ്ഞാൽ ആ വീട് നല്ല പ്രോസ്പെരിറ്റി ഉള്ള ഒരു വീടായി പരിഗണിക്കാം. അപ്പോൾ കിച്ചൻ്റെ സ്ഥാനം നമ്മൾ വീട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ കിച്ചൺ എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. 2, നമ്മളുടെ വീടിൻ്റെ നമുക്കറിയാം, നമ്മൾ ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനവും കഴിഞ്ഞ് നമ്മൾ ചെന്ന് കടന്ന് നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഊർജ്ജം മൊത്തം നമുക്ക് സ്വീകരിക്കാനും അതിനുള്ള ഒരു ഉന്മേഷം എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. അപ്പോൾ ഉറക്കം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹീലിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം കറക്റ്റ് ആണെങ്കിൽ അത്രത്തോളം നമുക്ക് ആരോഗ്യവും മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെഡ്റൂം നമുക്ക് എവിടെയായിരിക്കണം, ഒരു വീടിനെ സംബന്ധിച്ച് അവിടുത്തെ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെ, അതായത് മാസ്റ്റർ ബെഡ്റൂം ഏത് ഭാഗത്തായിരിക്കണം. അപ്പോൾ ഒന്ന് നമ്മൾ കിച്ചൺ എവിടെ ആയിരിക്കണം എന്നുള്ളത് നോക്കി അത് സൗത്ത് ഈസ്റ്റിൽ ഈസ്റ്റ് ഫേസ് ചെയ്ത് കുക്ക് ചെയ്യണം. ഈ ഈസ്റ്റ് എന്ന് എഴുതിയാക്കുന്നത് അത് ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് കുക്ക് ചെയ്യാനാണ്, അല്ല ഈസ്റ്റിൽ കിച്ചൺ എന്നല്ല, സൗത്ത് ഈസ്റ്റിൽ കിച്ചണും ഈസ്റ്റ് ഫേസ് ചെയ്ത് കുക്കിങ്ങുമാണ്. രണ്ടാമത്തത് ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എവിടെയായിരിക്കണം? മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട് ആ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ, സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് ആ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടായിരിക്കണം. അപ്പം വാസ്തുവിൽ പറയുന്നുണ്ട് ഒരു വീട്ടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയും ആ ബെഡ്റൂം ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ബെഡ്റൂം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ നേരായ മാർഗത്തിലേക്ക് പോകാനും അവിടെ ഉള്ള ഒരു ആ ബെഡ്റൂം വാസ്തുപ്രകാരം ആ ഒരു കുടുംബത്തെ സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇടാം. രണ്ടാമത്തത്, മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുക്കള തെക്ക് കിഴക്ക് ഭാഗത്താണോ എന്ന് നോക്കുക. അതിൽ കിഴക്കോട്ട് നോക്കി നിന്നാണോ പാചകം എന്ന് നോക്കുക. അടുത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂമിൽ ഹെഡ് ഏത് ഭാഗത്ത് വെക്കാം? ഹെഡ് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് തെക്കോട്ട് തലവെച്ച് കിടക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കാമെന്നാണ്. അപ്പോൾ ഒന്നുകിൽ തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെതനുസരിച്ചിട്ട് തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് തെക്കോട്ട് തലവെച്ചാൽ കിടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, തെക്കോട്ട് തലവെച്ച് കിടക്കാം. പക്ഷെ വടക്ക് തലവെച്ച് കിടക്കുന്നത് നല്ലതല്ലെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അത് ആയുസ് കുറയ്ക്കുമെന്നും പറയുന്നുണ്ട്. അടുത്തത്, അതിൻ്റെ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങളുടെ വീട് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അടുക്കള നോക്കി, ബെഡ്റൂം നോക്കി. അടുത്തത് കിണറിൻ്റെ സ്ഥാനം. അപ്പോൾ ഒരു വീട്ടിൽ വീട്ടിൻ്റെ കിണറിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഈശാനകോണാണ്. ഈശാനകോണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്ലോട്ടിനെ 12 ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മീനം രാശി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വടക്ക് കിഴക്ക് ഭാഗം. അപ്പോൾ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വീട്ടിൽ കിണർ വരികയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങളുടെ കിണറിൻ്റെ സ്ഥാനം വടക്ക് കിഴക്ക് ഭാഗമാണോ എന്ന് നോക്കുക. വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഭാഗത്ത് നനവും ജലാംശവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ സമ്പത്ത് നിൽക്കും എന്നും നമുക്ക് വാസ്തുവിൽ പറയുന്നുണ്ട്. അടുത്തത് കിണറിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റിലാണ് കിണറിൻ്റെ സ്ഥാനം. അടുത്ത നമുക്കുള്ളത് ടോയ്ലറ്റ്. ഇപ്പോൾ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം വീടിൻ്റെ ടോയ്ലറ്റാണ്. അത് പ്രധാന വില്ലൻ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വീടിന് 8 ദിക്കുകളുണ്ട്. ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പം ഈ ടോയ്ലറ്റ് എവിടെയാണോ വരുന്നത് ആ ദിക്കിൻ്റെ സൗഭാഗ്യം അവിടെ കുറയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ ഒരു ദിക്കിന്റെ സൗഭാഗ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ട് ആ ദിക്കിൽ വരുന്ന ടോയ്ലറ്റിന് കഴിവേണ്ടത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിനെ വില്ലൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് എവിടെയാണെന്ന് നോക്കുക. ടോയ്ലറ്റ് ഇപ്പം എവിടെയാണോ അതനുസരിച്ച് ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയും. ഒട്ടും പാടില്ലാത്ത 2 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ടോയ്ലറ്റ് എവിടെ വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം പോകും. ഒട്ടും പാടില്ലാത്ത ഒരു 3 സ്ഥലങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് സൗത്ത് വെസ്റ്റ് കന്നിമൂലയിൽ പാടില്ല, 2 നോർത്ത് ഈസ്റ്റ് ഈശാനകോണിൽ പാടില്ല, 3 സൗത്ത് ഈസ്റ്റ് അഗ്നികോണിൽ പാടില്ല.
അപ്പോൾ ഈ ഭാഗത്തൊക്കെ ടോയ്ലറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ ടോയ്ലറ്റ് എവിടെയാണെന്നുള്ള മനസ്സിലാക്കുക. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഓടിപ്പോയി അടുക്കള എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പൊളിച്ചു മാറ്റുകയോ ചെയ്യേണ്ട. നിങ്ങൾ ഓൾറെഡി ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന മാറ്റങ്ങൾ അതിനകത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ദോഷത്തെ മറികടക്കാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ്. അടുത്ത നമുക്ക് അഞ്ചാമത്തെ ഒരു കാര്യം നോക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇന്ന് ഞാനൊരു 5 പറയുന്നുള്ളൂ. അടുത്തത് മെയിൻ ഡോർ. മെയിൻ ഡോർ എന്ന് പറയുന്നത് വീടിന്റെ പ്രധാന ഡോർ എവിടെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഓരോ ദിക്കിലും ഓരോ ഉച്ച നീച്ചങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനമുണ്ട്. അതിൽ നിങ്ങളുടെ മെയിൻ ഡോറുകളെല്ലാം ഉച്ചത്തിലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉച്ചത്തിൽ വരുന്ന ഡോറുകൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി തരും. അപ്പോൾ ഉച്ചം നീച്ചം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പല പ്രോഗ്രാമുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ ഉച്ചസ്ഥാനം എവിടെയാണ്, നീച്ചസ്ഥാനം എവിടെയാണ്, അതിൽ നിങ്ങളുടെ ഡോർ ഉച്ചത്തിലാണോ നീച്ചത്തിലാണോ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട് ശരിയായിട്ടുള്ള ഊർജ്ജ ലെവലിലാണോ, അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ചില 1-2 ഫംഗ്ഷയുടെ ചില ടൂളുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പം ആദ്യം നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് എന്തൊക്കെ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഗോഡ ടവറാണ്. ഈ പഗോഡ ടവർ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ ഡൈനിങ് ഹാൾ ആവാം, ലിവിംഗ് റൂം ആവാം, ഫാമിലി ലിവിംഗ് ആവാം, അതിൻ്റെ അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടുതൽ സമയം ചെലവഴിക്കുന്ന റൂം ഏതാണോ ആ റൂം. ഭൂരിഭാഗം വീടുകളിലും TV ഇരിക്കുന്ന റൂമായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പഗോഡ ടവർ വയ്ക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത് സപ്പോർട്ട് ചെയ്യും. അടുത്ത കാണിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇത് സിട്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതിൻ്റെ ഒരു മാലയാണ്. അപ്പം സിട്രിൻ എന്ന് പറയുമ്പം നമ്മൾ വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇപ്പം രത്നങ്ങളും ഉപരത്നങ്ങളുമായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപരത്നങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിപ്പം രത്നങ്ങളാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഡേറ്റ് ഓഫ് ബർത്തും നാളുകളും ഒക്കെ നോക്കിയിട്ടാണ് രത്നങ്ങൾ ധരിക്കുന്നത്. ഉപരത്നങ്ങളാകുമ്പോൾ അതിൻ്റെ ആവശ്യം വേണമെന്നില്ല. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ധരിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അനുസരിച്ചിട്ട് ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആണ്. ഇത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ സ്റ്റോൺ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മാലയായി ധരിക്കാം. അതിൻ്റെ ചെറിയ സ്റ്റോണുകളുണ്ട്. അത് നിങ്ങൾക്ക് പേഴ്സിനകത്ത് വെക്കാം, നിങ്ങളുടെ ക്യാഷ് ബോക്സിനകത്ത് വെക്കാം. ഇതൊക്കെ വെൽത്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനും നമ്മളിലേക്ക് അടുപ്പിക്കാനും ഒക്കെ നല്ല റിസൾട്ട് തരുന്ന സ്റ്റോണുകളായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഗൺ എന്ന് പറയുന്നത് ഇത് ചൈനയുടെ വിശ്വാസപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. അപ്പം കിഴക്ക് ദിക്കിന്റെ സൗഭാഗ്യത്തിനും കിഴക്ക് ദിക്കിന്റെ പോസിറ്റീവ് എനർജിക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിലത്തെ ഡ്രാഗന്റെ ഒരു സ്റ്റാച്ചു നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.